കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ദിലീപ് കുമാർ വീണ്ടും ചേരുന്നു. പറയൂ ദിലീപ്. SKN കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയ കേസാണിത്. എന്തിനേറെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വീണ വിജയനെതിരായ ആരോപണത്തെ ന്യായീകരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ രംഗത്ത് വരുന്നതിനും ഒരു വേള കേരളം സാക്ഷ്യം വഹിച്ചിരുന്നതാണ്. ഈ മാസപ്പടി വിവാദം CPIM എന്ന പാർട്ടി തന്നെ നിഷേധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അത് രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി നടത്തുന്ന സേവന ലഭ്യതയ്ക്കുള്ള കരാർ എന്ന പ്രസ്താവനയായിരുന്നു CPIM-ന്റെ ആ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. ഈ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് വീണയ്ക്ക് പണം നൽകിയതെന്നും വാർഷികാടിസ്ഥാനത്തിൽ ലഭിക്കുന്ന തുകയെക്കുറിച്ച് വാർത്തയിൽ വിശ്വാസ്യത ലഭിക്കുന്നതിന് വേണ്ടിയാണ് മാസപ്പടിയായി ചിത്രീകരിച്ചതെന്നുമായിരുന്നു CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച അന്നത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. 2023 കാലഘട്ടത്തിലാണ് ഈ പ്രസ്താവനയുമായി CPIM തന്നെ രംഗത്തെത്തിയിരുന്നത്. അതിനു പിന്നാലെ CPIM-ന്റെ നേതാക്കൾ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തതിന് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ഇതിൽ ഈ 2023 ഓഗസ്റ്റ് 9 മാസപ്പടി വിവാദം പുറത്തു വന്നതിന് ശേഷം കേരള രാഷ്ട്രീയം ഈ വിഷയത്തിൽ വീണ വിജയന്റെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് CMRL കൈമാറിയിട്ടുള്ള ആ കോടിക്കണക്കിന് രൂപ അത് കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്ന ആരോപണവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾക്ക് നൽകിയിട്ടുള്ള പണം അത് അഴിമതി പണമാണ് എന്ന തരത്തിലുമുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നതാണ്. അങ്ങനെ ആ നിലയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നു. നിയമസഭയിൽ ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ വന്നിരുന്നു. അത് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. അതിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഏതാണ്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആ പ്രസ്താവനയ്ക്ക് സമാനമായ മറുപടിയാണ് അന്ന് മുഖ്യമന്ത്രി നടത്തിയത്. നിയമസഭയിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാർ മാത്രമാണ്, അത് സേവന ലഭ്യതയുമായി ബന്ധപ്പെട്ടുള്ള കരാറാണ്, അതിനെ മാസപ്പടി എന്ന് ചിത്രീകരിക്കേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മാത്യു കുഴൽനാടൻ്റെ ഇതുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ മാത്യു കുഴൽനാടൻ്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി. മുഖ്യമന്ത്രിയുടേത് ദുർബല മറുപടി എന്ന് അന്ന് തന്നെ മാത്യു കുഴൽനാടൻ പറയുകയും ചെയ്തതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.